അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ SHM എന്താണെന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി SHMൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാസുള്ളൊരു പാർട്ടിക്കിൾ പാർട്ടിക്കിളിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗർ കാണിക്കുന്നത് അതാണ്. ഈ ഒരു ഫിഗർ അതിനാണ് കാണിക്കുന്നുള്ളത്. O എന്നുള്ളത് ഇക്വിലിബ്രിയം പൊസിഷനാണ്. ഇതാണ് O എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. X എന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് ഇക്വേഷൻ ഓഫ് SHM ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ X ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഫ്രം O എന്നുള്ള ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് X. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കണം. ഇക്വേഷൻ നമ്മളവിടെ ഈ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ ആണ് ആദ്യം എഴുതിയിട്ടുള്ളത്. ആക്സിലറേഷൻ എന്നുള്ളത് A ആണ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, d²x/dt² എന്ന് എഴുതാം. നമുക്കറിയാം, അത് മുന്നേ അറിയുന്ന കാര്യമാണ്. അതുപോലെ ആ പാർട്ടിക്കിളിൻ്റെ മുകളിലുള്ള ഫോഴ്സ് നമുക്ക് F = ma ആണ്. സോ A നമുക്കറിയാം, അതുകൊണ്ട് F = m d²x/dt² എന്ന് എഴുതാം. ഇനി SHMൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തായിരുന്നു. ഫോഴ്സ് SHMൻ്റെ റിലേഷൻ നമ്മൾ ആ ഒരു ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സ് എന്നുള്ളത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നു. റീസ്റ്റോറിങ് ഫോഴ്സും ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളിവിടെ -x എന്നുള്ള സൈന് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഡെഫിനേഷൻ ഓഫ് SHMൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇങ്ങനെ എഴുതാൻ പറ്റും, m d²x/dt² പ്രൊപ്പോർഷണൽ ടു -x. m d²x/dt² എന്നുള്ളത് ഫോഴ്സാണ്, ഫോഴ്സിൻ്റെ പാർട്ടിക്കിളാണ്. സോ നമുക്ക് m d²x/dt² പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതാം. പിന്നെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഈക്വൽ ആക്കാൻ വേണ്ടി. ഒരു പ്രൊപ്പോർഷണൽ സൈൻ കളഞ്ഞിട്ട് ഈക്വൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ, RHS സൈഡിൽ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. m d²x/dt² = -cx. അതിൽ c എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇത് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് അഗെയിൻസ്റ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈൻ -x എന്നുള്ള സംഭവം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ m d²x/dt² = -cx എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലേ, m d²x/dt² + cx = 0 എന്ന്. പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഈ കിട്ടിയ ഇക്വേഷനെ ത്രൂ ഔട്ട് നമുക്ക് ഡിവൈഡഡ് ബൈ x ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മൾ m വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറും? ഈ ഒരു അടുത്ത സ്റ്റെപ്പിൽ ടെക്സ്റ്റിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഈ m ഇവിടെ ഇല്ല, ബാക്കിയുള്ളത് മാത്രം, അതായത് ഇത്രയും ഭാഗം മാത്രമാണ് ഉള്ളത്. അതായത് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ത്രൂ ഔട്ട് m വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുക. m വെച്ചിട്ട് സ്മോൾ ലെറ്റർ m വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇങ്ങനെയാണ് വരിക, d²x/dt² + c/m x = 0. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ ഇക്വേഷൻ പിന്നെ കിട്ടുക. പിന്നെ അപ്പോൾ അടുത്തത് ഈ c/mനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? c/mനെ ω² എന്ന് എഴുതാം. അങ്ങനെ ആവുമ്പോൾ d²x/dt² + ω² x = 0 എന്ന് എഴുതാം. അതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതാം. ഇക്വേഷൻ 1 ആണത്. ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ 1 എന്നുള്ളതാണ് നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ്. അതേ ഇക്വേഷൻ നമ്പർ 1 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അത് നമുക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് ഈ ഇക്വേഷനെ നമ്മൾ 2 × dx/dt വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട് ദ ഇക്വേഷൻ 1 നമ്മൾ 2 × dx/dt വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ രീതിയിലാവും കിട്ടുക. 2 dx/dt d²x/dt² + 2 dx/dt ω² x = 0. ഈ കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dt of dx/dt² + ω² x² = 0 എന്നുള്ളതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്.
അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു സ്റ്റെപ്പിൽ അതായത് ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുക ഈ ഒരു ബ്രേക്കറ്റിനുള്ളിലുള്ള ടേമിന്, അതായത് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതേ സംഭവമായിരിക്കും. എക്സ്പാൻഡഡ് ആയിട്ട് നമുക്ക് കിട്ടുക ഇങ്ങനെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനെ ഇങ്ങനെ എഴുതാം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ഒരു സംഭവത്തിൻ്റെ എന്തെങ്കിലും ഒന്നിനെ ഡെറിവേറ്റീവ് കാണുമ്പോൾ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെറിവേറ്റീവ് കണ്ടിട്ടുള്ള ആ സംഭവം ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? അതിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവത്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക ആ സംഭവം തന്നെയാണ്. അതൊരു കോൺസ്റ്റൻ്റ് ആണ് ഈ ഒരു കേസിൽ, കാരണം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ 0 ആയിരുന്നു. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു സി എന്ന് എഴുതാം ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഈ സി എന്നുള്ളത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. വെൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മാക്സിമം എക്സ് ഈക്വൽ ടു എ. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുമ്പോൾ എക്സ് ഈക്വൽ ടു എ ആണ്. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതാണ് എക്സ് ഈക്വൽ ടു എ എന്നുള്ളത്. അപ്പോൾ വെലോസിറ്റി ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വേഷൻ 2ൽ സി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ 2 ഇങ്ങനെ ആയിട്ട് മാറും അല്ലേ? 3 ആയിട്ട് മാറും. ഇതുപോലെ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്നാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിനെയും ഒമേഗ സ്ക്വയർ എ സ്ക്വയറിനെയും ഒരേ സൈഡിലേക്ക് ആക്കി. അതായത് ഈ ഒരു ടേമിന് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിനെ ഇങ്ങോട്ട് RH സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായി. ഇനി ഇത് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് എന്താവും? ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നായി. അത് ഇക്വേഷൻ നമ്പർ 4. ഇനി വെലോസിറ്റി നമുക്ക് ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളത് വെലോസിറ്റിയാണ് നമുക്കറിയാം അല്ലേ? ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി വി ആണ്. അപ്പോൾ നമുക്ക് വി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇക്വേഷൻ 4 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇക്വേഷൻ 4 നമുക്ക് വേറൊരു കാര്യം എഴുതാൻ പറ്റും അല്ലേ? എങ്ങനെ? ഇത് ഡി എക്സ് ബൈ ഡി ടി ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. അപ്പോൾ ഈ ഒരു ഡി ടി ഇങ്ങോട്ടും അതുപോലെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിനെ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരികയാണെങ്കിൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായി മാറും? ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ ഡി ടി എന്ന് എഴുതാം അല്ലേ? ഇക്വേഷൻ 4 നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഒമേഗ ഡി ടി എന്നുള്ളത്. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് 5. ഈ ഒരു ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കിട്ടുക. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് കിട്ടും. അതുപോലെ ഈ ഒരു ടേമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക ഇങ്ങനെ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഈക്വൽ ടു ഒമേഗ ടി പ്ലസ് 5 എന്നാണ്. ഇതിനെ നമുക്ക് ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം അല്ലേ? എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതാം. അപ്പോൾ എക്സ് എന്താണ്? എക്സ് ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ ഓയിൽ നിന്ന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ, ഇക്വിലിബ്രിയത്തിന് ആ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് എക്സ്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഹിയർ എക്സ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. പിന്നെ എ എന്താ? അത് എക്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ എ എന്നുള്ളത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് പറയുന്നത് എന്താ? എക്സ്. ഈ ഇക്വേഷനിൽ എക്സും എയും മനസ്സിലായി. അടുത്തത് അറിയേണ്ടത് എന്താ? ടി ടൈം ഇൻസ്റ്റൻ്റ് ആണെന്നറിയാം. പിന്നെ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്താ?
അതിനെ നമ്മൾ ഫേസ് ഓഫ് ദ ഓസിലേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി എന്നാണ് പറയുക. അപ്പോൾ എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളതിൽ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിളാണ്, എ ആംപ്ലിറ്റ്യൂഡാണ്, ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളത് ഫേസ് ഓഫ് ദ ഓസിലേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ടി. അപ്പം ഇത്രയും കാര്യം ഓക്കെ. ഇനി ടി എന്നുള്ളത് സീറോ ആകുമ്പോൾ, ടി എന്നുള്ളത് സീറോ ആവുന്ന സമയത്ത് ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളത് 5 ആവും, റെഡ്യൂസസ് ടു 5. അതായത് ഒമേഗ ടി എന്നുള്ള സ്ഥലത്ത് നമ്മൾ 0 ആണ്, അപ്പോൾ ഒമേഗ ഇൻറ്റു 0 ആകുമ്പോൾ ആ ടൈം പോയി, ഒമേഗ എന്നുള്ള ആ ഒരു സെക്ഷൻ പോയി, അപ്പോൾ പിന്നെ 5 മാത്രമാവും. അപ്പോൾ ഈ ഒരു ഫേസ് ഓഫ് ദ ഓസിലേഷൻ എന്നുള്ളത് 5 ആയിട്ട് റെഡ്യൂസ് ആവും. അങ്ങനെ ആവുമ്പോൾ ഇതിനെ നമുക്ക് വിളിക്കാൻ പറ്റും, ഇനീഷ്യൽ ഫേസ്. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇനീഷ്യലി ഉള്ള സംഭവമാണ്, അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കാം. അതല്ലെങ്കിൽ എന്ത് വിളിക്കാം, ഇപ്പോച്ച് എന്ന് വിളിക്കാം. ഇപ്പോച്ച് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് എന്ന് വിളിക്കുന്നത് ടി ഈക്വൽ ടു 0 ആയിരിക്കുന്ന സമയത്തെ ഫേസ് ഓഫ് ദ ഓസിലേഷൻ ആണ്, അത് 5 ആണ്. പിന്നെ ഇക്വേഷൻ 5, ഇതാണ് നമ്മുടെ ഇക്വേഷൻ 5. ടെക്സ്റ്റിൽ അത് നമ്പർ ചെയ്തിട്ടില്ല. ഇക്വേഷൻ 5 ഇതാണ്. ഇക്വേഷൻ 5 എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളതാണ്. ഇക്വേഷൻ 5 എന്നുള്ളതാണ് നമ്മുടെ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റിലെ ഇക്വേഷൻ. Equation 5 given an expression for the displacement of the particle in SHM. ഇനി നമുക്ക് 5ക്ക് പകരം വേറൊരു സംഭവം പുട്ട് ചെയ്യാം. 5 ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് പൈ ബൈ 2 എന്ന് കൊടുക്കുക നമ്മുടെ ഇക്വേഷൻ 5ൽ. ഇവിടെ ഡോ എന്നാണ് എഴുതിയിട്ടുള്ളത്, പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ലാസ്റ്റ് എത്തുമ്പോൾ അവരത് ഡെൽറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം മുതൽ തന്നെ ഈ ഡോയ്ക്ക് പകരം ഡെൽറ്റ എന്ന് എഴുതിയാൽ മതി. ഡെൽറ്റ പ്ലസ് പൈ ബൈ 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ മാറ്റണം, ഏത് 6th ഇക്വേഷനിൽ മാറ്റണം. അതിനേക്കാൾ നല്ല ഇങ്ങനെ മാറ്റമായിരിക്കും. അപ്പോൾ 5 ഈക്വൽ ടു ഡെൽറ്റ 5ക്ക് പകരം നമ്മൾ ഡെൽറ്റ പ്ലസ് പൈ ബൈ 2 എന്ന് കൊടുക്കുകയാണ്. ഫൈവ് ഈക്വൽ ടു ഡെൽറ്റ പ്ലസ് പൈ ബൈ 2 കേട്ടോ, അതാണ് പുട്ട് ചെയ്യണത്. അപ്പോൾ ഇക്വേഷൻ 5ലാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്, ഇക്വേഷൻ 5. അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ളത് എ സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ പ്ലസ് പൈ ബൈ 2. ഇത് ഡെൽറ്റ, ഡോയ്ക്ക് പകരം ഡെൽറ്റ കേട്ടോ. ഡെൽറ്റ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ പ്ലസ് പൈ ബൈ 2 എന്നാണ് എഴുതുന്നത്. അപ്പോൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ഡെൽറ്റ പ്ലസ് പൈ ബൈ 2. അങ്ങനെ ആവുമ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ ബൈ 2 ആണെങ്കിൽ അത് കോസ് എക്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ. അപ്പോൾ അതാണ് ഇക്വേഷൻ 6. അപ്പോൾ ഇക്വേഷൻ 6 റെപ്രസെൻറ്റ് ചെയ്യുന്നതും SHMൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ്. അതായത് ഇക്വേഷൻ ഓഫ് SHM എന്ന് പറയുമ്പോൾ ഇങ്ങനെ കോസിൻ്റെ ടേമിലും എഴുതാൻ പറ്റുന്നുണ്ട്, സൈനിൻ്റെ ടേമിലും എഴുതാൻ പറ്റുന്നുണ്ട്. ഇക്വേഷൻ 5 എന്നുള്ളത് സൈനിൻ്റെ ടേമിലുള്ളതാണെങ്കിൽ ഇക്വേഷൻ 6 എന്നുള്ളത് കോസിൻ്റെ ഫംഗ്ഷനായിട്ട് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ എക്സിനെ അത് എക്സ് എന്നുള്ള SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുകയാണ് ഇക്വേഷൻ 5ൽ, കോസിൻ്റെ ഫംഗ്ഷനായിട്ടാണ് ഇക്വേഷൻ 6ൽ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് പീരിയഡ് ഓഫ് ഓസിലേഷൻ എഴുതാം. പീരിയഡ് ഓഫ് ഓസിലേഷൻ 2π ബൈ ഒമേഗ ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ. ഫ്രീക്വൻസി പറഞ്ഞാൽ n ഈക്വൽ ടു 1/t ആണ്. അപ്പോൾ ഒമേഗ ബൈ 2π എന്ന് എഴുതാം. പിന്നെ ഒമേഗ എന്നുള്ളത് 2πn റേഡിയൻ ആണ്. ഒമേഗ എന്നുള്ളത് 2πn റേഡിയൻ ആണ്. അതായത് നമുക്ക് n ഈക്വൽ ടു 2π ഒമേഗ ബൈ 2π എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, 1/t അല്ലേ. അപ്പോൾ 1/t ആണ് n. അപ്പോൾ നമുക്ക് n ഈക്വൽ ടു ഒമേഗ ബൈ 2π എന്ന് എഴുതാം. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ ഈക്വൽ ടു 2πn എഴുതാമല്ലോ. അങ്ങനെയാണ് ഒമേഗ ഈക്വൽ ടു 2πn റേഡിയൻ എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ന് കൊടുക്കുന്നത് മറക്കരുത്. ഈ 2 സ്റ്റെപ്പിലും ഡോയ്ക്ക് പകരം ഡെൽറ്റ എന്ന് എഴുതിയാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് SHM
എന്നുള്ളത് ഡെറിവേഷനിൽ ആ ഡെറിവേഷനിൽ നമുക്ക് ഇത്രയേ ഉള്ളത്. അതായത് SHM എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എക്സിനുള്ള ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സൈനിൻ്റെ ഫംഗ്ഷനായിട്ടും എഴുതാൻ പറ്റുന്നുണ്ട്, കോസിൻ്റെ ഫംഗ്ഷനായിട്ടും എഴുതാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ അതിൻ്റെ ആ ഒരു ഓസിലേഷൻ്റെ പീരിയഡും ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ ഒമേഗ എന്നുള്ള ഇക്വേഷൻ, ഒമേഗയ്ക്കുള്ള ഒമേഗ = 2πn റേഡിയൻ എന്നുള്ളതും കണ്ടുപിടിച്ചു. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.